1968 മലയാള സിനിമയിൽ ഒരു വഴിത്തിരിവുണ്ടായ വർഷമാണ്. അതായത് മഞ്ഞിലാസ് എന്ന പ്രൊഡക്ഷൻ രൂപം കൊണ്ടു. ശ്രീ എം ഒ ജോസഫും ശ്രീ സേതുമാധവനും തമ്മിലുള്ള കോമ്പിനേഷൻ അവിടെ തുടങ്ങുകയാണ്. യക്ഷി, അവിടെ നിന്ന് അങ്ങോട്ട് എത്ര ചിത്രങ്ങൾ നമുക്ക് പറയണം. കടൽപ്പാലം, വാഴ്വേമായം, പൊന്നി, ചട്ടക്കാരി, അവിടെ നിന്ന് അങ്ങോട്ട് ഹിറ്റ് അനുഭവങ്ങൾ, പാളിച്ചകൾ. ഇനി എനിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്രയും നല്ല പടങ്ങളുടെ ഒരു ലിസ്റ്റാണത്. മഞ്ഞിലാസ് എന്നുള്ള പ്രൊഡക്ഷൻ്റെ ആദ്യത്തെ ചിത്രമായിരുന്നു സേതു സാർ സംവിധാനം ചെയ്ത യക്ഷി. മലയാറ്റൂർ രാമകൃഷ്ണൻ്റെ നോവലായിരുന്നു യക്ഷി. അതായത് പറയുകയാണെങ്കിൽ മലയാളത്തിലെ ആദ്യത്തെ സൈക്കോളജിക്കൽ ത്രില്ലർ എന്ന് വേണമെങ്കിൽ പറയാം. സത്യൻ, ശാരദ, അവരുടെ മനോഹരമായ അഭിനയം, വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൻ്റെ മനോഹരമായ ഗാനങ്ങൾ. ശാരദ എന്ന ശാലീന സുന്ദരി ഇവിടെ വിഭ്രാമക സൗന്ദര്യമുള്ള യക്ഷിയായി. പ്രൊഫസറുടെ മുന്നിൽ യക്ഷി പ്രത്യക്ഷപ്പെടുന്ന സീൻ എല്ലാവരും വളരെ ഭയത്തോടെ മാത്രമേ അന്ന് കണ്ടിരുന്നുള്ളൂ. ഇതിലെ പ്രശസ്തമായ സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന എന്ന ഈ ഗാനത്തിനും ഒരു പ്രത്യേകതയുണ്ട്. അതായത് ഗാനഗന്ധർവൻ യേശുദാസിൻ്റെ കല്യാണത്തിന് മുൻപ് പ്രഭചേച്ചിയുടെ അടുത്ത് ഏതൊരു പത്രക്കാരൻ ചോദിച്ചു, കല്യാണം കഴിക്കാൻ പോകുന്ന യേശുദാസിൻ്റെ ഗാനങ്ങളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗാനം ഏതാണെന്ന്. പ്രഭചേച്ചി പറഞ്ഞത് സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ എന്ന ഈ ഗാനമാണ്. സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളും അവയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർണ്ണ ചാമരം വീശിയെത്തുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ സ്വർഗസീമകളും അവയ്ക്കുന്ന സ്വപ്നമായിരുന്നെങ്കിൽ ഞാൻ ഹർഷലോലനായി നിത്യവും നിന്റെ ഹംസതൂലികാശയ്യയിൽ വന്നു പൂവിടുമായിരുന്നു ഞാൻ എന്നും ഈ പർണശാലയിൽ. സാവകാത്മാവിനുള്ളിലെ നിത്യദാഹമായിരുന്നെങ്കിൽ ഞാൻ മൂകമാം നിൻ മനോരഥത്തിലെ മോഹമായിരുന്നെങ്കിൽ ഞാൻ നൃത്തലോലനായി നിത്യവും നിന്റെ മുഗ്ധസങ്കൽപ്പമാകവേ വന്നു ചാർത്തിക്കുമായിരുന്നു ഞാൻ എന്നിലെ പ്രേമ സൗരഭം. പഞ്ചികയിലെ ഗാനമായിരുന്നെങ്കിൽ ഞാൻ താവകാങ്കുലിലാളിതമൊരു താളമായിരുന്നെങ്കിൽ ഞാൻ കൽപ്പനകൾ ചിറകണി